So an open well is essentially a well of bigger diameter than tube well and derives water only from one pervious strata. Open well is a well of larger diameter and it derives water only from one pervious strata. Since a tube well is in general may derive water from more than one formation, it has greater depth than open well. ഒന്നിലധികം ഫോർമേഷൻസിൽ നിന്ന് വാട്ടർ ഡ്രോ ചെയ്യുന്നതാണ് ട്യൂബ് വെൽ. അതുകൊണ്ട് തന്നെ ട്യൂബ് വെല്ലിന്റെ ഡെപ്ത് കൂടുതലായിരിക്കും. ഇക്കണോമിക്കലി ഫീസിബിൾ ഡെപ്ത് ഓഫ് ഓപ്പൺ വെൽ ഇസ് ലിമിറ്റഡ് ടു 30 meters below the ground surface. ഇക്കണോമിക്കലി ഫീസിബിൾ ഡെപ്ത് ഓപ്പൺ വെല്ലിന് എത്രയാണ്? 30 meter below ground surface. In a lined open well, the entry of water is from bottom and not from the sides. Open well, lined open well ആണെങ്കിൽ സൈഡ്സിൽ നിന്നും വാട്ടറിന് എൻട്രി ഇല്ല, ബോട്ടത്തിൽ നിന്ന് മാത്രമേ എൻട്രി ഉള്ളൂ. An open well can be classified into two: shallow well and deep well. Shallow well and deep well. A deep well is a well which is supported on a mortar layer and draws water supply through hole bored in it from the pervious formation below the mortar layer. ഒരു മോട്ടാർ ലെയറിലോട്ട് ഡിഗ് ചെയ്തേക്കുന്ന അല്ലെങ്കിൽ ഒരു മോട്ടാർ ലെയർ സപ്പോർട്ട് ചെയ്യുന്ന വെല്ലാണ് ഡീപ്പ് വെല്ല്. അപ്പോൾ ഡീപ്പ് വെല്ല് എവിടെ നിന്നായിരിക്കും വാട്ടർ ഡ്രോ ചെയ്യുന്നത്? ത്രൂ എ ഹോൾ ബോർഡ് ഇൻ ഇറ്റ് ഫ്രം ദ പെർവിയസ് ഫോർമേഷൻ ബിലോ ദ മോട്ടാർ ലെയർ. മോട്ടാർ ലെയറിന്റെ താഴെയുള്ള പെർവിയസ് ഫോർമേഷനിൽ ബോർ ചെയ്യുന്ന ഹോളിൽ നിന്നായിരിക്കും ഡീപ്പ് വെല്ല് വാട്ടർ ഡ്രോ ചെയ്യുന്നത്. Whereas shallow well penetrates the pervious stratum only and draws its water supply through it. Shallow well എന്ന് പറയുന്നത് pervious stratumത്തിനകത്തോട്ട് പെനിട്രേറ്റ് ചെയ്ത് അതിൽ നിന്നായിരിക്കും വാട്ടർ ഡ്രോ ചെയ്യുന്നത്. അതേസമയം ഡീപ്പ് വെൽ എന്ന് പറയുന്നത് മോട്ടാർ ലെയറിലോട്ട് പെനിട്രേറ്റ് ചെയ്തിട്ട് അതിന്റെ ആ മോട്ടാർ ലെയറിലൊരു ഹോള് ബോർ ചെയ്തിട്ട് അതിന്റെ താഴെയുള്ള പെർവിയസ് ഫോർമേഷനിൽ നിന്നായിരിക്കും വാട്ടർ ഡ്രോ ചെയ്യുന്നത്. And the term mortar layer refers to or is known as madhbaba or nagasan, and it refers to a layer of clay, cemented sand or any other hard material. Layer of clay, cemented sand, concrete or any other hard material. അതെല്ലാം കൂടെ ചേർന്ന് വരുന്ന ലെയറിനെയാണ് മോട്ടാർ ലെയർ എന്ന് വിളിക്കുന്നത്. And the mortar layer gives structural support to open well and is found throughout the Indo-Gangetic plain. Mortar layer എന്ന് പറയുന്നത് നമ്മുടെ Indo-Gangetic plainലൊക്കെ ഉള്ളതാണ് and it gives structural support to open well. The mortar layer can be either continuous or localized, maybe continuous or maybe localized sand, and may be found in different thickness at different depth, different thickness and depths at different places. Mortar layerന് പല thicknessഉം പല ഡെപ്തും ആയിട്ടായിരിക്കും പല സ്ഥലങ്ങളിലും ഉണ്ടാവുന്നത്. So let us draw a figure for shallow and deep wells.
Here this is a shallow well and this is deep well. ഇവിടെ മോട്ടാർ ലെയർ കണ്ടിന്യൂസ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ ആക്ച്വലി ഷാലോ വെൽ എന്ന് പറയുന്നത് ഡീപ്പ് വെല്ലിനേക്കാളും ഗ്രേറ്റർ ഡെപ്തിലോട്ട് വരാം. പക്ഷേ ഷാലോ വെല്ലിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഷാലോ വെൽ ഡ്രോസ് ഫ്രം ദ ഫസ്റ്റ് പെർവേസ് സ്ട്രാറ്റം. ഷാലോ വെൽ ഡ്രോസ് വാട്ടർ ഫ്രം ദ ഫസ്റ്റ് പെർവേസ് സ്ട്രാറ്റം. അതുകൊണ്ട് തന്നെ ഷാലോ വെല്ലിലെ വാട്ടർ റെയിൻ വാട്ടർ പെർക്കുലേഷൻ, വിസിനിറ്റിയിലുള്ള റെയിൻ വാട്ടർ പെർക്കുലേഷൻ കാരണം കണ്ടാമിനേറ്റഡ് ആവാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ്. ആൻഡ് ഇറ്റ് മേ take with it mineral organic matter such as decomposing animals and plants, and water in the deep well is not liable to get such impurities and infection. Also, pervious formation below mortar layer normally has greater water content and specific yield. ഈ ഷാലോ വെൽ എന്ന് പറയുന്നത് ഫസ്റ്റ് പെർവിയസ് ഫോർമേഷനിൽ നിന്ന് തന്നെയായിരിക്കും വാട്ടർ ഡ്രോ ചെയ്യുന്നത്. അപ്പോൾ വിസിനിറ്റിയിലൊക്കെ റെയിൻ വാട്ടർ പെർക്കുലേഷൻ ഉണ്ടെങ്കിൽ ഷാലോ വെല്ലിലുള്ള വാട്ടർ കണ്ടാമിനേറ്റഡ് ആവാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ്. ഈ ഷാലോ വെല്ലിനകത്ത് എന്തൊക്കെ ഉണ്ടാവാം? ഷാലോ വെല്ലിലെ വാട്ടറിനകത്ത് ഓർഗാനിക് മാറ്റർ വരാം, സച്ച് ആസ് ഡീകമ്പോസിങ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. അതേസമയം നമ്മൾ ഡീപ്പ് വെല്ല് കൺസിഡർ ചെയ്യുവാണെങ്കിൽ മോട്ടാർ ലെയറിന്റെ താഴെയുള്ള പെർവിയസ് ഫോർമേഷനിൽ നിന്നാണ് ഡീപ്പ് വെല്ല് വാട്ടർ ഡ്രോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഡീപ്പ് വെല്ലിലെ വാട്ടറിനകത്ത് ഇൻഫെക്ഷൻസും ഇംപ്യൂരിറ്റീസും ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. അത് മാത്രമല്ല ഈ മോട്ടാർ ലെയറിന്റെ താഴെയുള്ള പെർവിയസ് ഫോർമേഷൻ എന്ന് പറയുന്നത് കുറച്ചും കൂടെ എന്താണ്, വാട്ടർ കണ്ടന്റ് കൂടുതലും സ്പെസിഫിക് ഈൽഡ് കൂടുതലും ഉള്ളതാണ്. അതുകൊണ്ടാണ് ഡിസ്ചാർജ് ഫ്രം ഡീപ്പ് വെൽ ജനറലി മോർ ദാൻ ഷാലോ. Discharge from deep well will be generally more than shallow well. Now, ഈ ഓപ്പൺ വെല്ലിനെ നമുക്ക് വേറെ 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഈ ഫിഗർ ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഇനി വേറെ 3 ക്ലാസിഫിക്കേഷനും ഉണ്ട്. വൺ ഇസ് കച്ച വെൽ ഓർ അൺലൈൻഡ് വെൽ. കച്ച വെൽ ഓർ അൺലൈൻഡ് വെൽ. Kacha well or unlined well. Then well with impervious lining. Well with impervious lining and well with pervious lining. ഓപ്പൺ വെല്ല് അഗെയിൻ 2 ടൈപ്പ് ആവാം. അൺലൈൻഡ് വെല്ലും ലൈൻഡ് വെല്ലും. അൺലൈൻഡ് വെല്ലിനെ കച്ച വെല്ലെന്ന് വിളിക്കും. ഇനി ലൈൻഡ് വെല്ലിനെ 2 എണ്ണം ഉണ്ട്. ഇംപേർവിയസ് ലൈനിങ് ഉള്ളതുകൊണ്ട് പെർവിയസ് ലൈനിങ് ഉള്ളതുകൊണ്ട്. കച്ച വെൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ടെമ്പററി വെൽ ഓഫ് വെരി ഷാലോ ഡെപ്ത്. അൺലൈൻഡ് വെൽ ഓർ കച്ച വെൽ എന്ന് പറയുന്നത് യൂഷ്വലി ടെമ്പററി വെല്ലായിരിക്കും. ആൻഡ് ഇറ്റ് ഇസ് ഓഫ് വെരി ഷാലോ ഡെപ്ത് ആൻഡ് ഇറ്റ് സ്യൂട്ടബിൾ ഓൺലി ഇൻ ഹാർഡ് ഫോർമേഷൻ, the walls of which can stand vertically. Hard formations le walls ne vertically stand ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അൺലൈൻഡ് വെൽസ് യൂസ് ചെയ്യാൻ പറ്റൂ. And they are suitable in cases where water table is very close or near to the ground surface. Water table ground surface ന് വളരെ ക്ലോസ് ആണെങ്കിൽ മാത്രമേ നമുക്ക് കച്ച വെല്ല് യൂസ് ചെയ്യാൻ പറ്റൂ. കച്ച വെല്ല് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്ടർ ടേബിൾ ഗ്രൗണ്ട് സർഫസിന് വളരെ ക്ലോസ് ആയിരിക്കണം. അത് മാത്രമല്ല ആ വെല്ലിന്റെ വാൾസ് തനിയെ നിൽക്കാനുള്ള ഹാർഡ് സ്ട്രൈറ്റ്, അതിന്റെ താഴെ ഹാർഡ് ഫോർമേഷൻസും ഉണ്ടായിരിക്കണം. And such wells collapse after some time and are dangerous. അത് കുറച്ച് സമയം കഴിയുമ്പോൾ കൊളാപ്സ് ചെയ്യും. അതുകൊണ്ട് തന്നെ അത് വളരെ ഡേഞ്ചറസ് ആണ്. ഇനി വെൽ വിത്ത് impervious or പക്ക ലൈനിങ്. Well with impervious or pakka lining. This is the most common type of open well and is suitable for all types of formations. Second type is suitable for all types of formations, and once constructed it becomes a permanent source of water supply. Well with impervious lining and a most common type, and it is suitable for all type of formations, and once constructed it is a permanent source for water supply.
Impervious lining for an open well is sandy formations is most essential to give structural stability to the well. Impervious lining for an open well in sandy formation are most essential to give structural stability to the well. And thickness of impervious lining varies from 30 to 60 cm and may be either in brick masonry or in stone masonry. Brick masonry or stone masonry ആവാം. And impervious lining ന്റെ thickness എന്ന് പറയുന്നത് 30 to 60 cm റേഞ്ചിൽ ആയിരിക്കും. And the well curbs may be constructed of either wood, iron or reinforced concrete. Well curbs wood, iron or reinforced concrete ഉപയോഗിച്ചായിരിക്കും construct ചെയ്യുന്നത്. And in case of Pakka well, the flow is not radial and water enters only from the bottom after virtual cavity has been formed. And the flow is spherical. ബോട്ടത്തിൽ ഒരു വെർച്വൽ ക്യാവിറ്റി ഫ്ലോ ചെയ്തതിന് ശേഷമായിരിക്കും പക്ക വെല്ലിനകത്ത് ഫ്ലോ നടക്കുന്നത്, അല്ലാതെ സൈഡ്സിലൂടെ ഫ്ലോ ഇല്ല. അതുകൊണ്ട് തന്നെ സ്പെറിക്കൽ ഫ്ലോ ആണ്. ഇനി സെക്കൻഡ് ലാസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് വെൽ വിത്ത് പെർവിയസ് ലൈനിങ്. ഫിഗർ എല്ലാം ടെക്സ്റ്റിലുണ്ട്. Well with pervious lining, such types of wells are suitable in coarse formations. Coarse formationsലാണ് നമുക്ക് ഈ pervious lining ഉള്ള wells suitable ആയിട്ടുള്ളത്. The lining consists of dry bricks or stones with no mortar or binding material. Dry bricks or stones ഉപയോഗിച്ചായിരിക്കും നമ്മൾ ലൈൻ ചെയ്യുന്നത്, പക്ഷേ അതിന് മോർട്ടാറോ ബൈൻഡിങ് മെറ്റീരിയലോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ലൈനിങ് പെർവിയസ് ആയിട്ട് ഇരിക്കുന്നത്. So water enters from sides and the flow is radial. വാട്ടർ സൈഡിലൂടെ എൻ്റർ ചെയ്യും, ഫ്ലോ റേഡിയൽ ആയിരിക്കും. ആൻഡ് സച്ച് ടൈപ്സ് ഓഫ് വെൽസ് ആർ പ്ലഗ്ഡ് അറ്റ് ദ ബോട്ടം. അങ്ങനെയുള്ള വെല്ല് ബോട്ടത്തിൽ പ്ലഗ് ചെയ്തേക്കും. ആൻഡ് പ്ലഗ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ്, റേഡിയൽ ഫ്ലോയും സ്പെറിക്കൽ കമ്പൈൻഡ് റേഡിയൽ ആൻഡ് സ്പെറിക്കൽ ഫ്ലോ ആയിരിക്കും. പ്ലഗ് ചെയ്തിരുന്ന റേഡിയൽ ഫ്ലോ മാത്രം, സൈഡ്സ് പെർവിയസ് ലൈനിങ് ആയതുകൊണ്ട് പെർമിയബിൾ ലൈനിങ് പെർവിയസ് ലൈനിങ് ആയതുകൊണ്ട് സൈഡിലൂടെ മാത്രം റേഡിയൽ ഫ്ലോ വരും. അതേസമയം പ്ലഗ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സൈഡിലൂടെ റേഡിയൽ ഫ്ലോയും താഴെ കൂടെ സ്പെറിക്കൽ ഫ്ലോയും സംഭവിക്കും. ആൻഡ് ദ പെർവിയസ് ലൈനിങ് ഇസ് കൺസ്ട്രക്റ്റഡ് ഇൻ സാൻഡി ഫോർമേഷൻ. Brick ballast up to 20 mm size and gravel is placed behind lining to prevent sand coming into the well. അതായത് നമ്മൾ കോസ്റ്റ് റേറ്റത്തിലാണ് വെക്കുന്നെങ്കിൽ പോലും സാൻഡ് വരാതിരിക്കാൻ വേണ്ടി ലൈനിങ്ങിന്റെ അപ്പുറത്തായിട്ട് എന്ത് കൊടുക്കുന്നു, ബ്രിക്ക് ബല്ലാസ്റ്റ് അപ് ടു 20 mm നമ്മൾ പ്രൊവൈഡ് ചെയ്യും, കാരണം സാൻഡ് ഒന്നും എൻ്റർ ചെയ്യാതെ ഇരിക്കാൻ. സോ ദീസ് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓപ്പൺ വെൽ. സോ ഇൻ ദിസ് ക്ലാസ് നമ്മൾ എന്തൊക്കെ പഠിച്ചു, വെൽ എന്താണെന്ന് പഠിച്ചു, ടൈപ്സ് ഓഫ് വെൽസ്, ട്യൂബ് വെൽസ് ആൻഡ് ഓപ്പൺ വെൽസ്. പിന്നെ ട്യൂബ് വെല്ലിന്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചു, ഓപ്പൺ വെല്ലിന്റെ ക്ലാസിഫിക്കേഷനും പഠിച്ചു. So thus we have completed the WRE syllabus. Thank you.